അറിഞ്ഞോ? ഇല്ല. അറിഞ്ഞില്ലേ? ഇല്ലെന്നല്ലടാ പറഞ്ഞത്. ചക്കമണിയന് ഹാർട്ട് അറ്റാക്ക്. എപ്പോ? ഇപ്പോ. കർത്താവേ, അവ ഒരുത്ത ഒന്ന് പോയി കിട്ടിയ ബാക്കി രണ്ടെണ്ണം എന്നെ കൈക്കൊതുങ്ങും. ചായ കൂപ്പി പൊട്ടിക്കടാ. ഒന്നുമില്ല. ചേട്ടൻ മദ്യപിക്കാറുണ്ടോ? സഞ്ചരിക്കുന്ന ഒരു കള്ള് ഷാപ്പാണ് ഡോക്ടർ. ഓ, അപ്പൊ അതാ കാര്യം. ഇന്നലെ കുറച്ച് ഓവറായി കാണും. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴേ പെയിൻ മാറി. ഗ്യാസിന്റെയാ. വേറെ പ്രത്യേകിച്ച് അസുഖമൊന്നും കാണുന്നില്ല. ഇല്ലേ? ഇല്ല. എന്റെ പൊന്നു ഡോക്ടറെ, ദൈവമായിട്ട് കയറ്റിയ ഗ്യാസാ. അത് ദയവായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റണം. അറ്റാക്കോ? അതെ. സ്വന്തമായിട്ട് വേലയെടുക്കാതെ ജീവിക്കുന്ന 3 ചേട്ടന്മാരാ. ഡോക്ടർക്ക് അറിയാമല്ലോ. ഇനി വേലയെടുക്കാതെ ജീവിച്ചാ ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോവുന്നു. ചെറുതായിട്ടൊന്ന് വരട്ടി വിട്ടാ മതി. മരണഭയം ഏത് മനുഷ്യനെ മാറ്റും എന്നാണല്ലോ. ശരി, വിളിക്ക്. സുഖു, വരവ് കണ്ടിട്ട് മണിയും മരിക്കുമെന്നാ തോന്നുന്നേ. ചേട്ടാ, റിസൾട്ട് കിട്ടിയോടാ? കിട്ടി. ഹൃദയം മാറ്റിവെക്കേണ്ടി വരൂ. എന്തിനാ മാറ്റിവെക്കുന്നേ? പഴയ സ്ഥലത്ത് തന്നെ ഇരുന്ന എന്താ കുഴപ്പം? നിങ്ങൾ 3 പേരോടും ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു. നീ പേടിക്കണ്ട മണിയാ. മരിച്ചാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ? ഇത് പകരോ മാമച്ച? സൂക്ഷിച്ചു. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കായിരുന്നു. വിറക് ഞാൻ ഓർഡർ ചെയ്യാം. ഇരിക്കെ. പതുക്കെ. എന്താ 3 പേർക്കും ജോലി? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഉവ്വ്. അതെങ്ങനെ, മോഷണം പതിവുണ്ടോ? അത് ഇവനാണ് വീട് നോക്കുന്നത്. നാണുണ്ടോ മിസ്റ്റർ? നിങ്ങളുടെ അനിയനായതുകൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്ന നിങ്ങളുടെ ഇയാൾ ക്ഷമിക്കും. പക്ഷേ അസുഖങ്ങൾ ക്ഷമിക്കില്ല. അധ്വാനിക്കാത്തവരുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്കാവും. നിങ്ങൾക്കുണ്ടായത് അതാണ്, മെറ്റബോളിക് സിൻഡ്രം. ഇതൊരു രോഗാവസ്ഥയാണ്. ഒരേ കുടുംബത്തിലുള്ളവരായതുകൊണ്ടും ഒരേ ശരീരപ്രകൃതിയുള്ളവരായതുകൊണ്ടും ഒരേ ജീവിത രീതി ആയതുകൊണ്ടും നിങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം. സംഭവിച്ചാൽ ഒരു വശം തളർന്ന് കിടപ്പിലാവാം, കിഡ്നി ഡാമേജ് ആവാം, അറ്റാക്ക് വന്ന് മരിച്ചു പോവാം. വെള്ളം ഇറക്കാൻ പറ്റാതെ കിടക്കണോ? അത് ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ജീവിക്കണോ? ആരോഗ്യമുള്ള ശരീരത്തോടെ ജീവിക്കണം ഡോക്ടർ. എങ്കിൽ ഇന്നു മുതൽ വ്യായാമം ചെയ്യണം. ശരീരം വയർക്കണം, അധ്വാനിക്കണം. ചെയ്യാൻ ഡോക്ടർ. ശരി, അടുത്ത മാസം 10-ാം തീയതി വന്ന് 3 പേരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യണം. ഓ, എന്നാ ഞങ്ങളങ്ങോട്ട് പതുക്കെ. ഡോക്ടർക്ക് ഫീസ് കൊടുത്തിട്ട് ഇപ്പൊ വരെ. താങ്ക് യു ഡോക്ടർ. ഇതാണ് മെഡിക്കൽ എത്തിക്സ്. ഒരു കുടുംബം രക്ഷപ്പെട്ടു. താങ്ക് യു. വാമനെ, വാമച്ചി, പതുക്കെ. സൂക്ഷിച്ച്. ഇവരെന്തിരിപ്പ് ഞെരിച്ചു പിടിച്ചുകൊണ്ട് വന്നു? അതാരും ഇല്ലടാ. അമ്മച്ചി, സൂക്ഷിച്ചു. രാവിലെ പോണു. അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി എവിടെ പോണു? അമ്മച്ചി ഇറങ്ങിക്കേ. ഫോട്ടോ എടുപ്പിക്കടാ. ഫോട്ടോ എടുപ്പിക്കണം. എന്റെ അമ്മച്ചി ഇറക്കി വിട്ടില്ലെങ്കിലുണ്ടല്ലോ. അമ്മച്ചി ഞാൻ കൊണ്ടുപോവാ. വയസ്സുകാലത്ത് അമ്മച്ചി കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് വയ്യ. ഞാൻ നോക്കിക്കോളാം. അമ്മച്ചി, അവളങ്ങനെ പലതും പറയും. അമ്മച്ചി പോയ പിന്നെ എനിക്കാരാ? അയ്യോ പാവം, തനിച്ച് താമസിക്കുന്നതല്ലേ, എല്ലാത്തിനും സൗകര്യം. ഹൗസ് ബോട്ടിൽ പോകണ്ടല്ലോ. നിന്നൊക്കെ കാണിച്ചു തരാടി. അളിയ, അമ്മച്ചി ഇറക്കി വിടളിയാ. അമ്മച്ചി കുറച്ചുകാലം ഹാപ്പി ആയിട്ട് ഇരിക്കട്ടളിയാ. അമ്മച്ചി ഇറങ്ങമ്മച്ചി. മുദ്രപത്രത്തിൽ ഒപ്പിടാൻ വേണ്ടിട്ടായിരിക്കും അല്ലേടാ മോനെ. അവന്റെ ഒരു സ്നേഹം. 6 ബ്ലോക്കിലുള്ള 3 ഏക്കർ അവിടെ കിടക്കട്ടെ.
നിന്റെ അപ്പൻ സമ്പാദിച്ചല്ലേ അത്രയെങ്കിലും നിന്റെ മോന് വേണ്ടടാ. വോട്ടെടുക്ക്. ഇങ്ങനൊരു സന്താനത്തിനാണല്ലോ ദൈവമേ എനിക്ക് നീ തന്നത്. അണ്ടർഗ്രൗണ്ട് പണി ഒരുപാട് നടക്കുന്നുണ്ടല്ലോടാ. 6 ബ്ലോക്കിന് 3.5 ഏക്കർ വിൽക്കാൻ പോകുന്ന ഒരു അമ്മച്ചി എങ്ങനെ അറിഞ്ഞു? ആലപ്പുഴ വെച്ച് ലിസി ചേച്ചിയും ഗോപനും കൂടെ സംസാരിക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചതാ ഇത് കുരിയച്ചിട്ടുള്ള അവന്റെ അടുത്ത പണിയാണെന്ന്. ഉറപ്പല്ലേ ഇത് ആ വഴിക്ക് തന്നെ വന്ന പണിയാ? ഞങ്ങൾക്കൊരു സംശയമില്ല. ഞങ്ങൾ ബോട്ടിലോട്ട് പോയിക്കോട്ടെ. നിനക്ക് ഗസ്റ്റിനെ എടുക്കണമായിരുന്നു. അതില് അവിടെ ഞാൻ അപ്പോഴേ എന്നോട് പറഞ്ഞില്ല ഇത് പണിയാവും. ഗോപനുള്ളത് കുരിയച്ചൻ കൊടുത്തോളൂ. അടുത്ത കണി വരുന്നുണ്ടല്ലോ. കുരിയച്ചോ ആ മണിമലക്കാരാ, മണിമല പാപ്പൻ അവിടെയൊക്കെ ഭയങ്കര ഫേമസാ. ഇടയ്ക്ക് വന്നിരുന്ന് കാറ്റുകൊള്ളാൻ കുട്ടനാട്ടിൽ കുറച്ച് പറമ്പ് വേണം. നമ്മുടെ 6 ബ്ലോക്കിലെ സ്ഥലം കണ്ടപ്പോ ഇവർക്കങ്ങ് ബോധിച്ചു. വില അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കുരിയച്ചൻ പറഞ്ഞതിൽ കബൂലാക്കാം. ശരി, നീങ്ങന്ന്. എല്ലാം റെഡിയാണ്. വെയിറ്റ്. പിന്നെ ഇപ്പൊ പഴയ പോലെ അല്ല, കമ്മീഷൻ കൂട്ടി 3% ആക്കി. അതിൽ കുറയ്ക്കാൻ പറയരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമല്ല. 2% ആയാലും മതി. ഞാൻ സ്ഥലം വിൽക്കാൻ പോകുന്നതായിരുന്നു ഞാൻ എവിടെയും പറഞ്ഞു. അടിക്കരുത്. ഒരാളോട് പറഞ്ഞു. ആരോട്? ചക്ക ഗോപനോട്. പക്ഷെ അവൻ പറയേണ്ടവരോട് പറഞ്ഞു, ലിസിയോട്. സ്ഥലം വിൽക്കാൻ സമ്മതിച്ച അമ്മച്ചി ഒപ്പിടുന്നതിന് മുമ്പ് അവളങ്ങ് കൊണ്ടുപോയി. ഇപ്പൊ ഞാനും ഇപ്പൊ ഇതേ അവസ്ഥയിലാണ്. എന്റെ മൂന്നും പോയില്ലേ. അവൻ അവന്റെ അവസാനത്തെ കളിയാ കളിക്കുന്നേ. എന്റെ ജീവിതം തകർത്തു. ഇപ്പൊ എന്റെ കുടുംബം. അവന്റെ അണ്ടം കീർന്നൊരു പണി ഞാൻ കൊടുക്കും. പിന്നെ അവൻ പൊങ്ങില്ല. ചെല്ലേ പോയി പറഞ്ഞേക്ക്. അങ്ങോട്ടോടെ പോണു. ഇവിടെ വാതിലടച്ചേക്ക്. ഒന്ന് തുറന്നു തരൂ. അവരറിയണ്ടേ. നിന്ന് ബോറടിച്ചോ? ആ സ്ഥലം വിറ്റുപോയി കേട്ടോ. കമ്മീഷനും കിട്ടി. എന്നാലും ജലജ ചേച്ചിയെ ഷാപ്പിൽ കൊണ്ട് നിർത്തിയത് കഷ്ടായി. അമ്പലത്തെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. മൂപ്പര ആ ഏരിയയിലേക്ക് പോകാറ് പോലും ഇല്ല. എല്ലാ ദിവസവും വരുന്ന ഒരേ ഒരു സ്ഥലം ഷാപ്പ. ഇവിടെ വെച്ചാകുമ്പോ അവർ തമ്മിൽ കാണും. വീണ്ടും വീണ്ടും ജലജ ചേച്ചിയെ കാണുമ്പോൾ അവർ സുന്ദരിയാണെന്ന് മൂപ്പർക്ക് തോന്നും. അതോടെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനവും. അതുപോരല്ലോ, പിന്നെ നിൽക്കല്ലേ 2 പുലികള്. അവരെയും പൂട്ടാനുള്ള വഴികൾ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ തുടക്കമായിട്ട് അകത്ത് എന്റെ ചെലവിൽ കള്ളൂടി കണക്കുക. അതെ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ശരി.